യാസീൻ എന്നോതും യാസീൻ. സീനിന് കൂടുതൽ ദീർഘം നൽകി യാന് ചെറിയ ദീർഘം നൽകിയിട്ട് അങ്ങനെ ഓതും. അടുത്ത വചനം വൽ ഖുർആനിൽ ഹകീം. വൽ ഖുർആനി വൽ ഖുർആൻ. വ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് വാവ് ഉച്ചരിക്കേണ്ട രൂപം വ എന്ന് ഉച്ചരിക്കും. വൽ ഖുർആൻ ഖുർആൻ ല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. വൽ ഖുർആനിൽ ഹകീം യാസീൻ. വൽ ഖുർആനിൽ ഹകീം. വൽ ഖുർആൻ ഖാഫ്. യാസീൻ ആയതുകൊണ്ട് പ്രത്യേകം നമ്മൾ അതിനെ കൂടുതൽ ഊന്നൽ നൽകിയിട്ട് തന്നെ ശ്രദ്ധ കൊടുക്കണം. വൽ ഖാഫ്. വൽ ഖുർആൻ ഖുർആൻ ഹംസയാണ് ആ ഐനല്ല. വൽ ഖുർആനല്ല. വൽ ഖുർആനിൽ ഹകീം. ഖുർആനിൽ ഹ. പിന്നെ ഹ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? കാഫാണ് അല്ലേ? ഹക്കീം എന്നാണ്, ഹക്കീം എന്നല്ല. ഈ അടുത്തൊരു ഓത്ത് കേട്ടു, ആരോ ഓതി റെക്കോർഡ് ചെയ്തതാണ്. അതിനകത്തുള്ളത് വൽ ഖുർആനിൽ ഹകീം നോദിട്ടു കേൾക്കാൻ രസം. പക്ഷെ അങ്ങനെയല്ല. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഖുർആനിൽ ഹകീം. ഹകീം കാഫാണ്. ഓതി നോക്ക്. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഹ വളരെ മനോഹരമായിട്ട് ഉച്ചരിക്കാൻ പറ്റുന്ന അക്ഷരാണ് ഹ. അതങ്ങനെ തന്നെ ഓതണം. വൽ ഖുർആനിൽ ഹകീം. പിന്നെ അവിടെ വഖഫ് ചെയ്യുമ്പോ യാസീൻ വഖഫ് ചെയ്യുന്നു.